പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 13 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ.
പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തു പോയവർ, ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ പിരിഞ്ഞ് മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവ് വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധി വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് ഭക്തിയും പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ 2-3 തരം പ്രലോഭനങ്ങൾ വരും. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതല്ല പ്രശ്നം. ഒരടയാളം കിട്ടിയതിന് ശേഷം ഞാൻ ദൈവത്തേക്ക് വരാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വന്നില്ലെങ്കിലും ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കരുത്. ലൂക്ക 4:12 യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. ഇപ്പം മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ്? ദൈവത്തെ പരീക്ഷിക്കുക. അത് എല്ലാവരും ചെയ്യണത് എങ്ങനെയെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ. അപ്പം ആൾക്കാർക്ക് അത് ലോജിക്കാക്കാൻ നോക്കും ആൾക്കാർ. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ, അപ്പോൾ എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ. മാർക്ക് കൂടും, പക്ഷേ നീ ബ്രാൻഡഡ് ആകും. അതാണ് പ്രശ്നം. ദൈവം ഒരു അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. കുഞ്ഞുങ്ങളില്ല, പിന്നെ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥന നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂട് എടുക്കത്തില്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് രാജാവിനെ പോലെ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ എഴുന്നള്ളിപ്പേണ്ട സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ. രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ. അപ്പം നമുക്കവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപക്കൂടി ഇരിക്കണ മിക്കവാറും 5-8 പേരുടെ തോളയിലായിരിക്കും. മറ്റണ്ണന്മാരൊക്കെ വെറുതെ പിടിക്ക് ഈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ, കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ. അവന്മാരും തൊടത്തില്ല. നേർച്ചോട്ടെന്ന് പറഞ്ഞ് കയറി പിടിച്ച് തൂങ്ങിക്കിടക്കിനി അവന്മാരെ കൂടി നമ്മൾ തൂക്കി ഈ പാവപ്പെട്ടവൻ കൊണ്ടുപോകേണ്ടി വരും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. കൈ കൊടുത്ത് നിൽക്കും. അവന്മാർ വിശ്വാസപൂർവ്വമൊന്നും എടുക്കത്തില്ല. ഒരു കൈ കൊടുത്തിട്ടേക്ക്, നടക്കട്ടെ, ഒക്കട്ടെ. ഞാൻ പിടിച്ചെന്നായി, തൊട്ടെന്നായി, കാവ്യെന്നായി പേരുണ്ട്, രൂപക്കൂട് കാവ്യെന്ന പേരുണ്ട്. പക്ഷെ ഒരു കൂഞ്ഞാൻ വിരലിൽ പോലും ഒരു ഭാരം എടുക്കത്തില്ല. എഴുന്നള്ളത്തിന് നടക്കുന്ന സംഭവമാണ്. രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ മാറി നിൽക്കണത്. അതിനകത്ത് അവളില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എനിക്ക് നേർച്ചയാണ് പറയും. എന്നും നേർച്ചയെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവത്തില്ല, തൊട്ട് വെക്കും. രൂപക്കൂടെ തൊടി, മറ്റുള്ളവർ കാവ്യ കൊണ്ട് പോകുമ്പോൾ തൊടും. പലരുടെയും പത്തി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും. ഇത് ദൈവത്തെ ഈ കൈകൊടുപ്പ് എന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു 50-40% ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രാർത്ഥിക്കും, ഒരു കൈ കൊടുത്തിട്ടേക്കും. ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയാമോ? അപകടകാരികളെന്ന് പറയണത് ദൈവം ഈ വിഷയം എടുക്കുവേ, ജോലി കിട്ടുവേ,
കടങ്ങളൊക്കെ മാറും. അവൻ്റെ 5-6 മാസം കഴിയുമ്പോൾ പറയുവേ, അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയേനോ. അത് ഞാൻ റാങ്കുകാരൻ്റെ 3-ാം റാങ്കുകാരൻ്റെ താഴെ ഇരുന്ന് എൻ്റെ പേര്, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനോ. അതെന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ ഇവൻ്റെ തരി നിറം പുറത്ത് വരും. അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനോ, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനോ, അല്ലെങ്കിൽ വീട് വെച്ചേനോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ, അല്ലെങ്കിൽ മക്കളുണ്ടായേനോ. ദൈവത്തെ വെറുതെ ഞൊട്ടിച്ച് കളയും. അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ. പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ലക്ഷണം മാറും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആധ്യാത്മികമായിട്ട് വളരാത്തത് വളരാത്തതല്ലതേ, അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. അതാണ്, നമ്മളെ വളർത്തത്തില്ല. നമ്മൾ തന്നെ പറയണത് ആരാണ്? നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ജോബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ച. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല, ഈ മാനുഷിക അവസ്ഥയിലെ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനമില്ല, ലോകാത്മാവ് എന്ന് പറഞ്ഞ സാധനം. ഈ ലോകാത്മാവ്, ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും, ലോകാത്മാവ് ഉണ്ടാവും. അപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ ഈ മെറിറ്റ്സിന് ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചില്ലേനും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം. അതാണൊരു പ്രശ്നം. ദൈവത്തിന് നേരത്തെ അറിയാം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ ഇടപെടാൻ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കുഴപ്പം വെച്ചാൽ, ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അതാണ് കുഴപ്പം. അതൊരു വല്ലാത്ത കുഴപ്പമാണ്. 10 കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെടുന്ന സംഭവം തരാം. ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരണമെന്നറിയാവുക, ഈ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്ന് പണിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയാണ്. എന്നുവെച്ചാൽ മനുഷ്യന്മാരുടെ ഇടപെടണ പോലെ ദൈവത്തോട് പോയി ഇടപെടും. ദൈവം ഇതെല്ലാം ഹരിച്ചും കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ. 10 ദിവസം ചോദിക്കത്തില്ലേ കർത്താവ്, ശെബയോനെ, ആരാണ് ശെബയോന് നികുതി കൊടുക്കുന്നത്? മക്കളാണോ അടിമകളാണോ? അപ്പോൾ ശെമയോൻ പറയും, അടിമകളല്ലേ കപ്പം കൊടുക്കണത്. അപ്പോൾ ഈശോയ്ക്കും അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ, ഫ്രീ അല്ലേ? അപ്പോൾ ശെമയോൻ പറയാം, മക്കൾ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ, മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ വാവളിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യം ഒരു സ്വർണ്ണനാണയം കാണും. അതെടുത്തിട്ട് എനിക്കും നിനക്കും വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യായമായി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്വീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട്. അതൊരു വല്ലാത്ത നിലപാടാണ്. മത്തായി 17:27,
എങ്കിലും എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഇതിനകത്ത് വലിയ വിഷയം എന്ന് പറഞ്ഞാല് ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ്. അതാണ് ഈശോ പറയണത്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിച്ചത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഇത് ഒരു ഡേഞ്ചറസ് സോൺ ആണ് ശരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മൾ ഓർക്കും നല്ല കാര്യമില്ല, വരാനുള്ള കാര്യം നമുക്ക് അറിയാമില്ല. അതല്ല പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പ്രകൃതം കാണിച്ചാലും ദൈവത്തിന് മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും. ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത്. നീ ഇന്ന് വലിയ ദൈവതിരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? നീ ഇപ്പം പള്ളി കിടന്ന് ഉരുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇരങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചോ? നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട്, ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ്. അതെന്താണ്? അതിനേതാണ് 16 14. ഇത് DTP ചെയ്ത് വേണമെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ. എന്താ സംഭവം? ഇത് നമ്മുടെ തലവിധിയാണ് ഈ സംഭവം. എന്താണ്? വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.